അന്ന ഭാഗം 32. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഫെലിക്സ് കൺമുന്നിൽ കണ്ട കാഴ്ചയ്ക്ക് മുന്നിൽ തറഞ്ഞു നിന്നു. പുൽത്തകിടിയിൽ കൂട്ടമായിരിക്കുന്ന അനാഥ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വയലിൻ സംഗീതം പൊഴിക്കുന്ന അന്നയെ ഒരു വേള അവനൊരു നടുക്കത്തോടെ നോക്കി. അവളുടെ കൈകളിലിരിക്കുന്ന വയലിൻ കാണെ അവൻ്റെ മനസ്സിൽ 1000 ഓർമ്മകൾ മിന്നിമറഞ്ഞു. അന്ന് കോളേജിൽ വെച്ച് ഫെലിക്സ് അന്നയ്ക്ക് സമ്മാനമായി നൽകിയ വയലിനായിരുന്നു അത്. എന്നാൽ അന്ന് ആ വയലിൻ വാങ്ങാൻ മടിയോടെ നിന്ന അന്നയുടെ കാൽച്ചുവട്ടിൽ അത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകൾ ഫെലിക്സ് ഒരിക്കൽ കൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഈ വയലിൻ ഞാൻ നിനക്കായി വാങ്ങിയ സമ്മാനമാണന്ന. എന്നോടൊരൽപ്പം സ്നേഹമെങ്കിലും നിന്റെ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയെങ്കിലും നിനക്ക് കണ്ടെത്താനായാൽ എനിക്ക് വേണ്ടി നീ ഇതിന് സംഗീതം കൊണ്ട് ജീവൻ നൽകണം. ഹൃദയം മുറിയുന്ന വേദനയോടെ ഫെലിക്സ് ആ വാക്കുകൾ തൻ്റെ നാവിൽ ഒരിക്കൽ കൂടി ഉരുവിട്ടു. നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ അന്ന. നീ ആ വയലിനിൽ ജീവൻ നൽകി ഒഴുക്കുന്ന സംഗീതത്തിൽ നിനക്കെന്നോടുള്ള പ്രണയം പ്രസരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അന്ന. ഓടിച്ചെന്ന് അന്നയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തണയ്ക്കാൻ അവൻ ഒരു വേള ആശിച്ചുപോയി. പെട്ടെന്ന് മാറിമറിഞ്ഞ ഫെലിക്സിൻ്റെ ചിന്തകളിൽ അന്ന എന്തിനീ അനാഥാലയത്തിൽ വന്നു എന്ന കാര്യം അവനിൽ സംശയമുളവാക്കി. അവൻ കുറച്ച് ദൂരെ മാറി അനാഥാലയത്തിൻ്റെ വരാന്തകളിലെ കൂറ്റൻ കൽത്തൂണുകളിൽ ചാരി നിന്ന ശേഷം അന്നയെ സ്നേഹത്തോടെ വീക്ഷിച്ചുകൊണ്ട് ആ സംഗീതത്തിൽ ദീർഘനേരം ലയിച്ചു. ആ നിമിഷവും അവൻ്റെ ഹൃദയം എന്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കുറച്ചകലെ നിന്നും തന്നെ ലക്ഷ്യമാക്കി ഓടിയെടുക്കുന്ന മാലാഖയെപ്പോലൊരു കൊച്ചു പെൺകുട്ടിയിലേക്ക് ഒരു നിമിഷം ഫെലിക്സിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. ആ കുഞ്ഞ് അവൻ്റെ അരികിലേക്ക് അടുക്കും തോറും അവൻ്റെ ഹൃദയത്തുടിപ്പുകളും വേഗതയിലായി. കുരുന്നു ചുണ്ടിൽ കുസൃതി ചിരി നിറച്ച് തിളങ്ങുന്ന നീലക്കണ്ണുള്ള മിന്നുമോളുടെ മുഖം പെട്ടെന്ന് അവൻ ഓർത്തെടുത്തു. അന്ന് ഓഫീസിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ വാലറ്റ് തിരികെ കൊണ്ടു തന്ന ആ കുട്ടിയാണിതെന്ന് ഫെലിക്സിന് മനസ്സിലായി. അവൻ അരികിലായി അണച്ചുകൊണ്ട് തന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്ന മിന്നുമോളെ ഫെലിക്സ് തൻ്റെ കൈകളിൽ വാരിയെടുത്തു. അവനെ ദൂരെ നിന്നും കണ്ട മാത്രയിൽ തന്നെ അന്ന് ഓഫീസിൽ വെച്ച് മനസ്സിൽ പതിഞ്ഞ ഫെലിക്സിൻ്റെ നീലക്കണ്ണുകൾ മിന്നുമോൾ തിരിച്ചറിഞ്ഞിരുന്നു. ഫെലിക്സിനെ കണ്ട മിന്നുമോൾ തികച്ചും സന്തോഷവതിയായിരുന്നു. പരസ്പരം തിരിച്ചറിയാത്ത പിതാവും മകളുമായിരുന്നെങ്കിലും എവിടെയോ അതിനപ്പുറം അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ തിരിച്ചറിഞ്ഞിരിക്കണം. അവൻ തൻ്റെ ഇരു കൈകൾക്കുള്ളിൽ ഒരു പാവയെപ്പോലെ ചേർന്നിരിക്കുന്ന മിന്നുമോളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. അവൾ അവളുടെ ചൂണ്ടുവിരലാൽ അവൻ്റെ നീലക്കണ്ണുകളിൽ ഒരു വേള തൊട്ടുനോക്കി. അവളുടെ പ്രവൃത്തികൾ കാണെ ഫെലിക്സ് അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കി. പക്ഷെ അവളുടെ നാവുകൾക്ക് നിശബ്ദത മാത്രമേ സമ്മാനിക്കാൻ കഴിയൂ എന്ന കാര്യം അവൻ്റെ മനസ്സിലൊരു വേദന പടർത്തി. പെട്ടെന്ന് മിന്നുമോൾ അങ്ങ് ദൂരെ മാവിൻ ചുവട്ടിൽ നിൽക്കുന്ന അന്നയുടെ നേർക്ക് വിരൽ ചൂണ്ടി ഫെലിക്സിനെ കാണിച്ചു. പക്ഷെ മിന്നുമോൾ അവനോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവന് മനസ്സിലായില്ല. ആഹാ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് കൂട്ടായോ? മിന്നുമോളെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫെലിക്സിനരികിലേക്ക് ആലീസിനൊപ്പം നടന്നു വന്ന അമലാമ സന്തോഷത്തോടെ ചോദിച്ചു. ഫെലിക്സ് അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് ഫെലിക്സിൻ്റെ കൈകളിലിരിക്കുന്ന മിന്നുമോളെ ആലീസ് തിരിച്ചറിഞ്ഞു. അവനരികിലേക്ക് ചെന്ന് മിന്നുമോളുടെ കവിളിൽ മൃദുവായി തഴുകി. അവൾ ഫെലിക്സിൻ്റെ കൈകളിൽ നിന്ന് ഊർന്നിറങ്ങി ആലീസിനോട് പറ്റിച്ചേർന്നു നിന്നു. അവർ സ്നേഹത്തോടെ മിന്നുമോളെ അരികിലേക്ക് അടുപ്പിച്ച് ചേർത്തു നിർത്തി. ഇതെല്ലാം സംശയത്തോടെ കാണുകയായിരുന്നു അമലാമ്മയും ഫെലിക്സും. അന്ന് ആക്സിഡൻറ്റിൽ പരിക്കേറ്റ മിന്നുമോളെ ആശുപത്രിയിൽ കൊണ്ടുപോയ കഥകളൊക്കെ ആലീസ് അവർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. പെട്ടെന്നെന്തോ ആലീസ് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അമലാമ്മയുടെ നേരെ സംശയത്തോടെ നോക്കി. പക്ഷെ ആ നോട്ടം പിന്നീട് അവരുടെ മനസ്സിലൊരു നോവായി പടർന്നു. അമലാമ്മേ, മിന്നുമോള് ഇവളീ അനാഥാലയത്തിലെ കുട്ടിയാണോ? അന്ന് മിന്നുമോളുടെ ഒപ്പം ആശുപത്രിയിൽ കണ്ടത് അവളുടെ അമ്മയല്ലേ? ആ മോളുടെ പേര് ഞാൻ മറന്നു. ആലീസ് അമലാമ്മയോടൊരു ചെറിയ സങ്കടത്തോടെ ചോദിച്ചു. അതെ, അന്നയുടെ മകളാണ് മിന്നുമോള്. ദൂരെ നിൽക്കുന്ന അന്നയെ നോക്കി അമലാമ്മ പറഞ്ഞ ആ വാക്കുകൾ കേൾക്കെ അരികിലായി നിന്ന ഫെലിക്സ് ഒരു നടുക്കത്തോടെ പിന്നിലുള്ള തൂണിലേക്ക് ചാഞ്ഞു. നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞു പോയതുപോലെ അവന് തോന്നി.
അപ്പോഴേക്കും മിന്നുമോൾ അവിടെ നിന്നും ദൂരെയായി നിൽക്കുന്ന അന്നയ്ക്കരികിലേക്ക് ഉത്സാഹത്തോടെ ഓടിയകന്നു. അമലാമ്മ ആലീസിൻ്റെ മുഖത്തേക്ക് നോക്കി വികാരഭരിതയായി. എൻ്റെ അന്നയുടെ മകളാണ് മിന്നുമോൾ. ഒരിക്കലും ഈ പള്ളിമുറ്റത്തുള്ള മാതാവിൻ്റെ രൂപക്കൂടിന് മുന്നിൽ ദിവസങ്ങൾ പോലും പ്രായം തികയാത്ത ആരോ ഉപേക്ഷിച്ചു പോയൊരു ചോരക്കുഞ്ഞായിരുന്നു അവൾ. അവൾക്ക് അന്നയെന്ന് പേരിട്ടത് ഞാനാ. ഒരിറ്റു മുലപ്പാലിനായി ദാഹിച്ചു കരഞ്ഞ ആ കുരുന്ന് ജീവൻ്റെ നിലവിളികൾ ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. പഠനത്തിലും മറ്റു കാര്യങ്ങൾക്കെല്ലാം മിടുക്കിയായിരുന്നു അവൾ. എൻ്റെ മരണശേഷം ഈ അനാഥാലയത്തിനൊരു താങ്ങാകാനും ഈ കാണുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരമ്മയാകാനും അന്നയ്ക്ക് കഴിയുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണിലെ കരുണയും സ്നേഹവും എന്നിൽ ആ കാര്യത്തിൽ ആത്മവിശ്വാസം നൽകി. ഒരുപാട് പ്രതീക്ഷയോടെ അന്നയ്ക്ക് എൻട്രൻസിലൂടെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിച്ചു. അവൾ ഇവിടെയുള്ള മറ്റെല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിരുന്നു. എന്നാൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ അമലാമ്മയുടെ വാക്കുകൾ സങ്കടത്താൽ മുറിഞ്ഞുപോയി. അവർ പറഞ്ഞ കാര്യങ്ങളുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ കഴിയാതെ ആലീസ് ആശങ്കയോടെ അവരുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. എന്നാൽ അവർ പറഞ്ഞു വന്ന കാര്യങ്ങൾ കേൾക്കെ ഫെലിക്സ് ജീവനറ്റതുപോലെയായി. അമലാമ്മ വീണ്ടും ഒരു കഥ പോലെ അന്നയുടെ ജീവിതം അവർക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ തുടങ്ങി. ലോകത്തേതൊരു പെണ്ണിനും അനുഭവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലൂടെ ഒരിക്കൽ കടന്നു പോകേണ്ടി വന്നു എൻ്റെ അന്നയ്ക്ക്. ഒരിക്കലൊരു രാത്രിയിൽ പ്രേമനൈരാശ്യത്തിൻ്റെ പേരിൽ അവളെ ആരോ ക്രൂരമായി പിച്ചി ചീന്തിയ ശേഷം ആ പാതി ചത്ത ശരീരം ഈ അനാഥാലയത്തിന് മുന്നിൽ ഉപേക്ഷിച്ചു. ഒരു സ്ത്രീയുടെ മാനം കവരുക എന്നത് മാത്രമായിരുന്നില്ല അവൻ അവളിൽ ചെയ്തത്. അവളുടെ മാറിടങ്ങളിലും ശരീരഭാഗങ്ങളിലുമെല്ലാം മുറിവുകൾ ഏൽപ്പിച്ചും മർദ്ദിച്ചും അവൻ സുഖം കണ്ടെത്തി. എന്തിനു വേണ്ടി ഇത്രയും ക്രൂരതകൾ അവളിൽ അടിച്ചേൽപ്പിച്ചു എന്നറിയില്ല. അനേകം ദിവസങ്ങൾക്ക് ശേഷം അവൾ മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് കരകയറി. എന്നാൽ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും സാധാരണ ഒരു പെണ്ണിനെപ്പോലെ ഒരിക്കൽ പോലും ഒരു തുറന്നു പറച്ചിൽ അവൾ നടത്തിയിട്ടില്ല. ഒരു റുമ്പിനെപ്പോലും നോവിക്കാത്ത അവളെ വിധി തോൽവിയുടെ കിരീടം ചൂടിച്ചു. ചങ്ങല ധരിക്കാത്ത ഭ്രാന്തിയെപ്പോലെ ഈ അനാഥാലയത്തിലെ ഇരുട്ടുമുറികളിൽ അവൾ അടഞ്ഞിരുന്നു. 1 മാസത്തിന് ശേഷം ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത അവളെ തേടിയെത്തി. ആ കറുത്ത രാത്രിയുടെ ക്രൂരതകൾ അവളുടെ ഉദരത്തിൽ ഒരു തുടിപ്പായി അവശേഷിക്കുന്നുണ്ടെന്ന്. ഒരുപാട് നിർബന്ധിച്ചിട്ടും അവൻ പാകിയ ആ വിത്ത് അവൾ നശിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഒരു വിഴുപ്പ് ഭാണ്ഡം പോലെ അവൾ അതും പേര് നടന്നു. അങ്ങനെ അവൾ മിന്നുമോൾക്ക് ജന്മം നൽകി. ഈ ലോകം ഉറക്കെ വിളിച്ചു അവളെ പിഴച്ചവളെന്ന്. സമൂഹം അവളുടെ മുഖത്ത് കാറിത്തുപ്പി. അമലാമേ! ആർത്തലച്ച് വീശിയടിക്കുന്ന കൂറ്റൻ തിരമാലകൾ പോലെ ഉയർന്നു വന്ന അന്നയുടെ ശൗര്യം കലർന്ന ശബ്ദം കേൾക്കെ അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.